പബ്ലിക് എക്സാമിന് ഇനി വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ നിങ്ങൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. നമ്മൾ എത്ര ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരിക്കും. എക്സാം അല്ലേ? ഇപ്പം ഇതുവരെ ടെൻഷൻ ഒന്നും ഇല്ലെങ്കിലും എക്സാമിന്റെ മൂട്ടിലേക്ക് ആകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ടെൻഷനും അതേപോലെ തന്നെ വിറയലൊക്കെ വരുന്ന ആ ഒരു സമയമാണ്. അപ്പൊ മക്കളെ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ മക്കളെ എന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക, നിങ്ങളെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കായിരിക്കും മലയാളം എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിച്ചാലാണ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, എവിടെയാണ് മിസ്സേ ഞങ്ങൾ പഠിക്കേണ്ടത്, ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. പിന്നെന്ന് പറഞ്ഞാല് മലയാളം അല്ലേ, എക്സാമിന്റെ തലേന്ന് പഠിച്ചാലും മലയാളം പോയി എഴുതാന്നുള്ള ധാരണ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അത് വളരെ തെറ്റായിട്ടുള്ള ധാരണയാണ് മക്കളെ. നിങ്ങൾ വിചാരിക്കും മലയാളം സിമ്പിൾ ആണെന്ന്, പക്ഷേ മലയാളം ഭയങ്കര ടഫ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഈ പ്രാവശ്യം നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മാക്സിമം ഈ ഒരു വീഡിയോ കാണുക, ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം സെറ്റ് ആണല്ലോ, നമുക്ക് തുടങ്ങിയാലോ? യെസ്. അപ്പം എന്തായാലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് നമ്മളെ പാഠങ്ങൾ അല്ലേ? നമ്മൾ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പാഠങ്ങൾക്ക് ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഏതൊക്കെയാണ്? വിക്ടോറിയ വെള്ളച്ചാട്ടം, സാധ്യമെന്ത്, പുഴ, ബാലലീല, അജയ്യതയുടെ പ്രതീകം, തള്ളവിരലില്ലാത്ത ഗ്രാമം. ഇത് നമ്മുടെ മലയാള ഫസ്റ്റും മലയാള സെക്കൻഡും, അതായത് കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയിലെയും പാഠങ്ങളാണ് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ ഓരോ പാഠഭാഗങ്ങളിലും ഏതൊക്കെയാണ് മിസ്സേ വരാൻ ചാൻസ് കൂടുതൽ ഉണ്ടായിരിക്കുക, ഈ പാഠങ്ങളിലൊക്കെ ഏതൊക്കെയായിരിക്കും വരുന്നത് എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ആ ഒരു കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മാറ്റി കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നറിയോ? വർണ്ണന വരുമായിരിക്കും, വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ചർച്ചാക്കുറിപ്പ്, താരതമ്യക്കുറിപ്പ്, ആസ്വാദനക്കുറിപ്പ്, വിശകലനക്കുറിപ്പ്, വായനാക്കുറിപ്പ്, വാങ്മയ ചിത്രം, അഭിപ്രായക്കുറിപ്പ്. ഇതെന്താ മിസ്സേ, കുറിപ്പോണ്ട് ഒരു കളിയാണല്ലോ? അതെ, കുറിപ്പോണ്ട് ഒരു കളിയാണ് മക്കളെ. ഇതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് വരും. അപ്പം ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു പോവാം. നമ്മൾ ഓൾറെഡി സെറ്റാക്കി പഠിച്ചതാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടത്, ഏത് രീതിയിൽ എഴുതിയാലാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമല്ലേ. എങ്കിലും നമുക്ക് പബ്ലിക് എക്സാമിന് നല്ല രീതിയിലുള്ള മാർക്കിനെ സ്കോർ ചെയ്യണം അല്ലേ? അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞില്ലേ? യെസ്. വിക്ടോറിയ വെള്ളച്ചാട്ടം എന്നുള്ള പാഠഭാഗത്ത് നിങ്ങൾക്ക് വർണ്ണന സാധ്യതയുണ്ട്, ചർച്ചാക്കുറിപ്പും സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു പാഠഭാഗം, നിങ്ങൾ ഏതൊരു പാഠഭാഗം ആയിക്കോട്ടെ, മിസ് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പാഠഭാഗങ്ങളാണ് കേട്ടോ ഇപ്പൊ പറയുന്നത്. മറ്റു പാഠങ്ങൾ ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല പറയുന്നത്, നമ്മൾ ഓൾറെഡി അത് സെറ്റാക്കി പഠിച്ചു വെച്ചതാണ്. അപ്പം ഒന്നും കൂടി നമ്മൾ പഠിക്കേണ്ടത് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പാഠങ്ങളാണ്. അപ്പം ഈ ഒരു പാഠഭാഗത്തില് വർണ്ണനയും ചർച്ചാക്കുറിപ്പും എന്തായാലും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ ആണല്ലോ? അപ്പം വർണ്ണന എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? വർണ്ണിച്ചെഴുതുക. ഇപ്പൊ നിങ്ങൾ കാടിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അതിനെ നിങ്ങൾക്ക് എത്രത്തോളം മനോഹരമാക്കി എഴുതാൻ പറ്റും, എത്രത്തോളം വർണ്ണിച്ചെഴുതാൻ പറ്റും എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുക. അതിനെയാണ് വർണ്ണന എന്ന് പറയുന്നത്. ചർച്ചാക്കുറിപ്പ് ചർച്ച ചെയ്ത് തന്നെ എഴുതേണ്ടതാണ് അല്ലേ? ചർച്ചാക്കുറിപ്പ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കും. പിന്നെയോ അടുത്ത പാഠഭാഗമാണ് സാധ്യമെന്ത് എന്ന പാഠഭാഗത്തിൽ മക്കളെ താരതമ്യക്കുറിപ്പും ആസ്വാദനക്കുറിപ്പും എന്തായാലും നിങ്ങൾക്ക് ചോദിച്ചിരിക്കും. അപ്പം ഇത് എങ്ങനെയാണ് എഴുതേണ്ടത്? താരതമ്യക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ രണ്ടെണ്ണം തരും. താരതമ്യം ചെയ്യാനല്ലേ പറയുന്നത്? 2 പാരഗ്രാഫുകൾ തരും. അതായത് ചിലപ്പോൾ 2 കവിതകളായിരിക്കും. അത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാ. കാരണം രണ്ടും തമ്മിൽ യോജിപ്പുണ്ടോ വിയോജിപ്പുണ്ടോ എന്താണെന്ന് വെച്ചാല് താരതമ്യം ചെയ്ത് എഴുതുന്ന കുറിപ്പിനെയാണ് താരതമ്യക്കുറിപ്പ് എന്ന് പറയുന്നത്. ആസ്വാദനക്കുറിപ്പ് കഥയുടേതാവാം, അല്ലെങ്കിൽ കവിതയുടേതാവാം, പദ്യത്തിൻ്റെതാവാം, ഗദ്യത്തിൻ്റെതാവാം. അപ്പം ആസ്വാദനക്കുറിപ്പ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം, അടുത്ത പാഠഭാഗം എന്താണ്? പുഴ എന്നുള്ള പാഠഭാഗത്ത് നിന്ന് വിശകലനക്കുറിപ്പും വായനാക്കുറിപ്പും എന്തായാലും വന്നിരിക്കും മക്കളെ. അപ്പം അതെന്തായാലും പഠിക്കുക. പിന്നെയോ ബാലലീല, വിശകലനക്കുറിപ്പ്, ബാലലീലയിൽ നിന്ന് വിശകലനക്കുറിപ്പ് ചോദിച്ചിരിക്കും. അജയ്യതയുടെ പ്രതീകം, വായനാക്കുറിപ്പ്, വാങ്മയ ചിത്രവും വായനാക്കുറിപ്പും ഉണ്ടായിരിക്കും. പിന്നെയോ
തള്ളവിരലില്ലാത്ത ഗ്രാമം. നമ്മൾ ഓൾറെഡി സെറ്റാക്കി പഠിച്ച പാഠഭാഗങ്ങളാണ് അല്ലേ? അപ്പം ഈ തള്ളവിരലില്ലാത്ത ഗ്രാമത്തിൽ നിന്ന് അഭിപ്രായക്കുറിപ്പ് പ്രതീക്ഷിക്കാം മക്കളെ. അപ്പം ഈ ഒരു പാഠഭാഗത്ത് നിന്നൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരിക എന്ന് മിസ് പറഞ്ഞു അല്ലെ? അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ പാഠഭാഗവും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് ഓരോ പാഠഭാഗത്തിലും പറയുന്നത്, എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ പാഠഭാഗം ആരുടേതാണ്? നമ്മൾ ഏതൊരു പാഠഭാഗം പഠിക്കുമ്പോഴും ആ പാഠഭാഗം ആരുടേതാണ് നമ്മൾ പഠിച്ചു വെക്കാറുണ്ട് അല്ലേ? അപ്പം അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള സമയം വന്നിരിക്കുകയാണ് അല്ലേ? ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം, ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളെ പബ്ലിക് എക്സാമിന്. അപ്പൊ നിങ്ങൾ അടിച്ചു പൊളിച്ച് സെറ്റ് ആക്കി എഴുതണമെങ്കിൽ പാഠഭാഗത്തിനെ കുറിച്ചിട്ട് എല്ലാവർക്കും നന്നായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അപ്പം ഈ ഒരു പാഠഭാഗങ്ങളൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പാഠഭാഗങ്ങൾ. അപ്പം ഇത് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇതിന് മുന്നേയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ നന്നായിട്ട് സെറ്റ് ആക്കി പഠിച്ച് വെച്ചത് കൊണ്ടാണ്, നല്ല കോൺഫിഡൻസോടെ പഠിച്ച് വെച്ചത് കൊണ്ടാണ് മിസ് അതിനെക്കുറിച്ച് പറയാത്തത്. പക്ഷേ പഠിക്കാതിരിക്കരുത്, അതും ഒന്ന് ഓടിച്ചു നോക്കണം. ഇനി വാങ്മയ ചിത്രം എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് എഴുതേണ്ടതെന്ന് മിസ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നോളൂ. വാക്കുകൊണ്ട് വരയ്ക്കുന്ന ചിത്രമാണ് വാങ്മയ ചിത്രം. എഴുതുന്ന ഭാഗം ഒരു ചിത്രം പോലെ വായനക്കാരുടെ മനസ്സിൽ ഇട നേടണം. എന്താണ് പറയുന്നത്? വാങ്മയ ചിത്രം എന്ന് പറഞ്ഞാല് നമ്മുടെ വാക്കുകൾ കൊണ്ട് വരയ്ക്കുന്ന ചിത്രമാണ്. നമ്മൾ വാക്കുകൊണ്ട്, നമ്മൾ പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഒരു ചിത്രരൂപത്തിൽ എത്തിക്കാന്നുള്ളത് അല്ലെ? വാക്കുകൊണ്ട് വരയ്ക്കുന്ന ചിത്രമാണ് വാങ്മയ ചിത്രം. എഴുതുന്ന ഭാഗം ഒരു ചിത്രം പോലെ വായനക്കാരുടെ മനസ്സിൽ ഇട നേടണം. പിന്നെയോ ലളിതമായ ഭാഷ ഉപയോഗിക്കണം. ചുരുക്കിയുള്ള അവതരണം, വളരെ ചുരുക്കിയുള്ള അവതരണമായിരിക്കും. വെറുതെ എസ്സേ പോലെ എഴുതേണ്ട, വലിച്ചു വാരി എഴുതേണ്ട ഒരാവശ്യവും ഇല്ല. ആവർത്തന വിരസത ഇല്ലാതെ എഴുതുക. അവസാനത്തത് എന്താണ്? വായനക്കാരന് എളുപ്പത്തിൽ ഉദാഹരണങ്ങൾ എഴുതുക. അപ്പം ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നിങ്ങളൊരു വാങ്മയ ചിത്രം എഴുതേണ്ടത്. മക്കളെ സെറ്റ് ആണല്ലോ? വാങ്മയ ചിത്രം എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് എഴുതേണ്ടത് മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം എന്താണ്? ആസ്വാദന കുറിപ്പ്. കവിതയുടെ പേര്. ആസ്വാദന കുറിപ്പ് പദ്യത്തിൻ്റെതായിക്കോട്ടെ ഗദ്യത്തിൻ്റെതായിക്കോട്ടെ, നമ്മൾ ആദ്യം കവിതയുടേതാണെങ്കിൽ കവിതയുടെ പേര് എഴുതിയിരിക്കണം. കവിതയുടെ ആശയം ചുരുക്കി എഴുതുക. എന്താണ് ആ കവിതയിൽ പറയുന്നതെന്ന് വെച്ചാൽ അതിന്റെ ആശയം എത്രത്തോളം നമുക്ക് ചുരുക്കി എഴുതാൻ പറ്റും അത്രത്തോളം ചുരുക്കി എഴുതുക. കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, ഇതൊക്കെ ഗദ്യത്തിൻ്റെതായാലും നിങ്ങൾക്ക് അത് ഉൾപ്പെടുത്താട്ടോ. കവിതയുടെ ആശയം എന്നുള്ളത് ആ ഒരു ഗദ്യത്തിന്റെ ആശയം എന്താണെന്ന് ചുരുക്കി എഴുതുക. കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് ഉൾപ്പെടുത്തുക. പിന്നെയോ എന്തിനെ കുറിച്ചാണ് കവിതയിൽ വർണ്ണിക്കുന്നത്, എന്തിനെ കുറിച്ചാണ് ഗദ്യത്തിൽ വർണ്ണിക്കുന്നത്, പറയുന്നത്. കവിതയിൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച കാര്യങ്ങൾ, അതിൽ നിങ്ങളെ ആകർഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഉൾപ്പെടുത്തണം. വായിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം, അത് വായിച്ചപ്പോൾ എൻ്റെ മക്കൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം എന്താണെന്നുണ്ടല്ലോ അത് എഴുതുക. കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ, കവിതയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ അതിൽ ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുക. വരികൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുണ്ടായ കാരണമെന്നും ഉൾപ്പെടുത്തുക. സെറ്റാണല്ലോ? സെറ്റാണല്ലോ? അടുത്തത് താരതമ്യക്കുറിപ്പാണ്. താരതമ്യക്കുറിപ്പില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഉണ്ടാവാറില്ലല്ലടാ. അപ്പൊ താരതമ്യക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു കൃതികളിലെയും ഇരു കൃതികളിലെയും സാമ്യം ആദ്യം എഴുതുക. താരതമ്യം ചെയ്യണമെങ്കിൽ രണ്ടെണ്ണവും നമുക്ക് തരും. അത് ഇരു കൃതികളിലെയും സാമ്യങ്ങളാണ് ആദ്യം എഴുതേണ്ടത്. പിന്നെയോ ആശയം, അവതരണം, സന്ദർഭം, ഭാഷാ പ്രയോഗങ്ങൾ, കഥാപാത്രങ്ങൾ, അവരുടെ പെരുമാറ്റം മുതലായവ ഉൾപ്പെടുത്തണം. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇരു കൃതികളിലെയും എന്ന് രേഖപ്പെടുത്തണം. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം താരതമ്യക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അടുത്തത് അഭിപ്രായക്കുറിപ്പ്. അഭിപ്രായക്കുറിപ്പ് എങ്ങനെ എഴുതാം? പ്രശ്നത്തിന്റെ വിവിധ വശങ്ങൾ നന്നായി വിശകലനം ചെയ്ത് അഭിപ്രായം തയ്യാറാക്കുക. അഭിപ്രായം വ്യക്തമായും ശക്തമായും പ്രകടിപ്പിക്കുന്ന ഭാഷ ഉപയോഗിക്കുക. പിന്നെയോ പ്രശ്നത്തോടുള്ള നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക. പലർക്കും പല നിലപാടുകളായിരിക്കും. നിങ്ങൾ നിങ്ങളുടേതായ നിലപാടുകൾ വെച്ചുകൊണ്ടിട്ട് അത് വ്യക്തമാക്കണം. വാക്യത്തിന്റെ ഘടനയിൽ വ്യക്തത, ചിഹ്നം എന്നിവ കൃത്യമായി അക്ഷരത്തെറ്റില്ലാതെ എഴുതുക. മക്കളെ, അപ്പം അഭിപ്രായക്കുറിപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? അടുത്തത് വിശകലന കുറിപ്പ്.
വിശകലനക്കുറിപ്പ് ഗദ്യഭാഗത്തെ ആശയം വിശകലനം ചെയ്യുക. ഒരു ഗദ്യം തന്നിട്ടുണ്ടായിരിക്കും, ആ ഒരു ഭാഗത്തെ ആശയം എന്താണെന്ന് വെച്ചാൽ അത് വിശകലനം ചെയ്യുക. ആദ്യം സ്വന്തം നിലപാടും നിരീക്ഷണങ്ങളും വ്യക്തമാക്കുക. നിങ്ങൾ നിങ്ങളുടേതായ നിലപാടുകൾ വ്യക്തമാക്കുക. അനുയോജ്യമായ ഒരു ഘടന സ്വീകരിക്കുക. അനുയോജ്യമായിട്ടുള്ള ഒരു ഘടന അതിൽ എന്തായാലും ഉൾപ്പെടുത്തിയിരിക്കണം. വാക്യത്തിന്റെ ഘടനയിൽ വ്യക്തത, ചിഹ്നം എന്നിവ കൃത്യമായി പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതുക. നിങ്ങൾ വലിയ കുട്ടികളല്ലേ, ഇനിയിപ്പോ അക്ഷരത്തെറ്റൊന്നും ഉണ്ടാക്കില്ലല്ലോ, അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് വേണം എഴുതാൻ. അടുത്തത് വായനാക്കുറിപ്പ്. വായനാക്കുറിപ്പ് എങ്ങനെ എഴുതാം? യെസ്, എഴുത്തുകാരനെ പരിചയപ്പെടുത്തുക. ആദ്യം തന്നെ അത് എഴുത്തുകാരനെ പരിചയപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഒരു വായനാക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. കഥയുടെ ചുരുക്കം, ആ ഒരു കഥയുടെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. കഥാപാത്രങ്ങൾ ആരൊക്കെയാന്ന് ഉൾപ്പെടുത്തുക. ഇനിയിപ്പം പുരസ്കാരങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ അതും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വായനാക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ മക്കളെ ഒരു അടിപൊളി സെറ്റ് വായനാക്കുറിപ്പ് റെഡി ആയിരിക്കും. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ് യെസ് അപ്പം നമ്മളെ പാഠഭാഗങ്ങൾ ഏതൊക്കെ, ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പാഠഭാഗങ്ങളാണ് മിസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പാഠഭാഗങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് വ്യക്തമാക്കി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെയോ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഇതാ. പിന്നെയോ ഓരോ പാഠഭാഗത്തും ഏതൊക്കെയാണ് വരിക എന്നുള്ളത് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെയോ അത് എങ്ങനെയൊക്കെ എഴുതിയാലാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയും മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് വേണം എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉപകാരപ്രദമാണെങ്കിൽ വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും എക്സാം ഒക്കെ അടിപൊളിയായി എഴുതുക കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കളെ, all the best.